വീഡിയോ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഞാൻ എടുക്കും. വീഡിയോ എടുക്കും, അവളുടെ വീഡിയോ ഞാൻ എടുക്കും. ഈ നിൽക്കുന്ന നാറിയുടെ കൂടെയാണ് മൂന്നോ രണ്ടോ പിള്ളേരെങ്ങാണ്ടുണ്ട് ഇവക്ക്. അതുങ്ങളെയും കളഞ്ഞ് കെട്ടിയോനെയും കളഞ്ഞേച്ച് ഇവള് ഇറങ്ങി വന്നേക്കും. വീഡിയോ എടുക്കട്ടെ, ഇവിടെ വീഡിയോ എടുക്കട്ടെ. ഇവളെന്നെ ഞാൻ പണിയെടുത്ത കാശ് ഇവള് കൊറേ തിന്നതാ. ഞാൻ പണിയെടുത്ത കാശ്. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ലാത്തൊരു പോലീസ് സ്റ്റേഷൻ, കുറെ പോലീസുകാരും. കുറച്ചുകൂടെ കെട്ടടി, കണ്ണ് കാണാടി നിന്റെ. ആ ഒളിച്ചു നിക്ക്. ആ ഞങ്ങൾ പരാതി കൊടുക്കാൻ വന്നവരാ. ഇറങ്ങടി. ഇനി ആ പുള്ളിനെ കൂടെ പിടി. എന്റെ കെട്ടിയാനെ പിടിച്ചത് പോരാ. കിട്ടിയ അടി ഓർമ്മയുണ്ടെങ്കിൽ നീ എരുമേലിക്ക് വന്നേ. മക്കളെയും കെട്ടിയവനെയും കളഞ്ഞ് ഇവൾ ഇന്ന് ഇവന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവള് നാളെ വേറെ അവന്റെയും കൂടെ ചാടിപ്പോവും. എരുമേലി പോലീസുകാരുടെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ സംസാരം കേട്ടാൽ ഞാൻ എവിടെ ഒളിച്ചോടിപ്പോയി എന്നെ പിടിച്ചോണ്ട് വന്ന പോലത്തെ സംസാരമാണ്. ഓക്കെ സുഹൃത്തുക്കളെ, സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ യൂട്യൂബറൊക്കെ ആയിട്ടുള്ള ശില്പ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ച് 16ാമത്തെ വയസ്സിൽ തൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഉപേക്ഷിച്ച് വിഷ്ണു എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറോടൊപ്പം ഒളിച്ചോടിപ്പോയി. അതിൽ ആ കൊച്ചിന് 2 കൊച്ചുങ്ങളും ഉണ്ട്. ഓക്കെ, അവർക്ക് ഈ കൊച്ചിന് ഇപ്പോൾ സ്വസ്ഥതയാർന്നൊരു ജീവിതമൊന്നുമല്ല കിട്ടിയിരിക്കുന്നത്. കാരണം തൻ്റെ പ്രായപൂർത്തിയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഒളിച്ചോടി പോയ ഒരു കൊച്ചാണ്. ഇപ്പോൾ വിഷ്ണു ഒരു ഓട്ടോ ഡ്രൈവറാണ്. വിഷ്ണുവിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരസ്ത്രീകളുമായിട്ട് ഒരുപാട് ബന്ധങ്ങളാണുള്ളത്. ഈ കൊച്ചു പലതിനും പിടിക്കും. വിഷ്ണു പിടിക്കപ്പെടും, പലത് പിടിക്കപ്പെടും, വീണ്ടും വിഷ്ണു ഓരോന്ന് പറഞ്ഞ് മെഴുകി രക്ഷപ്പെടും, വീണ്ടും പിടിക്കും, വീണ്ടും രക്ഷപ്പെടും, വീണ്ടും പിടിക്കും, വീണ്ടും രക്ഷപ്പെടും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ടൈം എത്തിയപ്പോഴത്തേക്കും ഇപ്പം റീസെന്റ് ആയിട്ട് ഒരുത്തിയെ ഇവരുടെ വീട്ടിൽ വിളിച്ച് കയറ്റി. വിഷ്ണു വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് ഈ പെങ്കൊച്ച് അത് പൊക്കി. കൊണ്ട് കേസ് കൊടുത്തപ്പോഴത്തേക്കും 2നെയും സ്റ്റേഷനിൽ കൊണ്ട് ആക്കിയപ്പോൾ ഉള്ള ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ ആദ്യം കണ്ടത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് സ്വന്തം ഭർത്താവിന്റെ അവിഹിതം വെളിപ്പെടുത്തുന്ന ഭാര്യ എന്നൊരു ലേബൽ വേണമെങ്കിൽ നമുക്ക് ശില്പയ്ക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി ശില്പ ലൈവിൽ വന്നിരുന്നിട്ട് ഇവന്റെ എല്ലാ അവിഹിതങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇന്നലെ ഞാനിട്ട വീഡിയോയുമായിട്ട് സംബന്ധിച്ച് കുറച്ചു പേർക്കൊന്നും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതെന്താന്ന് വെച്ചാല്, വിഷ്ണു എന്ന് പറയുന്ന എന്റെ ഭർത്താവ് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരുത്തിയെ വിളിച്ചുകൊണ്ട് വന്ന് 7 ദിവസമായിട്ട് ഞാനും വിഷ്ണുവും പിള്ളേരും വേറെ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നു. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാറി വിഷ്ണുവിന്റെ സ്വന്തം വീട്. ആ വീട്ടില് അവരുടെ അച്ഛനോ അമ്മയോ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ എവിടെയോ താമസിച്ചു പണിക്ക് പോയി, അമ്മയും ഹോം നേഴ്സായിട്ട് എവിടെയോ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഇവൻ ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കിട്ട് പണിക്ക് പോകും, പിന്നെയും വരും ഇത് തന്നെ. അപ്പം ഞാനും അത് കാര്യം വെക്കാൻ പോയില്ല. 7 ദിവസമായിട്ട് ഇവളെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നലെ വൈകുന്നേരം ഇവള് താഴത്തെ കടയില് സോപ്പ് പൊടി മേടിക്കാൻ ചെന്നപ്പം അവര് ചോദിച്ചു ആരാന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ വിഷ്ണുവിന്റെ ഭാര്യയാണ്. അപ്പൊ അവര് ചോദിച്ചു വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് ഞങ്ങൾക്ക് ശില്പനെ മാത്രം അറിയത്തുള്ളൂ, നീ ഏതാന്ന് ചോദിച്ചു. അങ്ങനെയാണ് സംഗതികളുടെ കിടക്കുവശങ്ങള് നാട്ടുകാരൊക്കെ അറിഞ്ഞു വരുന്നത്. ഇവളെ ഓക്കെ, എന്തായാലും ഇവള് കൊള്ളാം. ഇവള് അവിഹിതത്തിന് വന്നെങ്കിൽ ഇവർക്ക് അത് നടത്തിയിട്ടങ്ങ് പോയാൽ പോരെ. ഇവള് പുറത്ത് അവിടെ ചെന്ന് സോപ്പ് പൊടി വാങ്ങുന്നു. എനിക്കൊന്ന് ഇവന്റെ തുണിയും കാര്യങ്ങളൊക്കെ അലക്കി കൊടുക്കാനൊക്കെ ആയിരിക്കും. അത് അലക്കി കൊടുക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവിടെ ചെല്ലുന്നു. അവിടെ വെച്ചാണ് അത്ര ഇവള് പിടിക്കപ്പെടുന്നത്. എന്താണല്ലേ, ബാക്കിയാണ്. പോലെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുമായിരുന്നു എന്നൊക്കെ. ഇപ്പം ഇവളുടെ വീട്ടിൽ നിന്നും മിസ്സിംഗ് ആയിട്ട് എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് ഇവളെ കാഞ്ഞിരപ്പള്ളി സ്റ്റേഷൻ ലിമിറ്റ് ആയിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ ഇവളുടെ കെട്ടിയോനെ മക്കളെ ഇവക്ക് പിള്ളേരൊക്കെ ഉണ്ട്, പ്രായപൂർത്തിയായത് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. ആ കൊച്ചുങ്ങളെ കെട്ടിയോനും വന്നപ്പം എനിക്ക് വിഷ്ണുവിന്റെ കൂടെ പോയ എന്താണ് സുഹൃത്തുക്കളെ ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെ? ഇവർക്ക് എങ്ങനെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വരുന്നത് പോട്ടെ, സ്വന്തം മക്കളെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ ഇങ്ങനെ വല്ലവന്മാരുടെ കൂടെ ഇറങ്ങിപ്പോൻ വേണ്ടിയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ സാധിക്കുന്നു? ഇതൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. ഇതിപ്പം കേരളത്തിൽ ഇത് എത്രാമത്തെയാണ്? നമ്മുടെ നാട് ശരിക്കും പറഞ്ഞ അധപ്പതിച്ചു പോയി സുഹൃത്തുക്കളെ, അധപ്പതിച്ചു പോയി. ബാക്കിയാണ്. മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇവള് ഇറങ്ങിത്തുള്ളി പോന്ന ഈ വീട്ടിലോട്ട്. അപ്പം ഇവിടെ വന്ന് അമ്മായിയമ്മയെ അറിയുന്നില്ല. അപ്പൊ കടയിലെ പുള്ളിക്കാരിയാണ് വിളിച്ച് അമ്മായിയമ്മേനോട് പറഞ്ഞിട്ട് അമ്മായിയമ്മ ഇന്നലെ കോട്ടയത്തു നിന്ന് ഇവിടെ വീട്ടിൽ വരും, എരുമേലി വന്നിട്ട് എന്നെ വിളിച്ചു. ഇതുപോലെ ശില്പെ എന്നെ പോലെ ഒരു സംഭവം ഉണ്ട്, ഉണ്ണി ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഇട്ട വേഷത്തിലാണ് ഞാനും ചെല്ലുന്നത് ഈ സംഭവം അറിഞ്ഞിട്ട്. പക്ഷെ ഇവളെ ചൊല്ലി ഞങ്ങളുടെ വീട്ടിൽ പലതവണ പ്രശ്നങ്ങളും ഞാൻ പലതവണ ലൈവുകളും പല കാര്യങ്ങളും ഞാൻ പലതവണ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് വെറുതെ അവനവന്റെ പല്ലിനിടെ കുത്തി നാറ്റിക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാനത് പിന്നീട് ഡിലീറ്റ് ആക്കിയിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും ഇവൻ നാട്ടുകാരോട് മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത് ശില്പയുടെ കയ്യിലെ കുഴപ്പമാ, ശില്പ പ്രശ്നക്കാരിയാ, ശില്പ കാരണമാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ എത്രയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എത്ര കേസുകളാണ് പിടിക്കുന്നത്. ഇവൾ ഒരുത്തി തന്നെ അല്ല എന്റെ കെട്ടിയവൻ നല്ലവനാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം
അപ്പോൾ ഇവന്റെ പേര് വിഷ്ണു എന്നല്ല ഇടേണ്ടത്. ഇവന്റെ പേര് ശരിക്കും പറഞ്ഞ ഒരു ഗോപാലകൃഷ്ണൻ എന്നുള്ള. ഓക്കെ, ഇതാ തേൻ കുടിക്കുന്നു പറക്കുന്നു പരാഗണം, തേൻ കുടിക്കുന്നു പറക്കുന്നു പരാഗണം. എന്താ അല്ലേ? അത്യാവശ്യം നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു ഭാര്യയുണ്ട്, അതിനും 2 മക്കളും ഉണ്ട്. അതിനെ നോക്കി ഓട്ടോ തൊഴിലാളിയാണ്, ഓട്ടോ ഓടിച്ച് അന്നു കിട്ടുന്ന വരുമാനത്തിൽ നല്ല സുഖമായിട്ട് അങ്ങോട്ട് ജീവിച്ചു പോകാനുള്ളതിന് ഇതുപോലെ വള്ളി പിടിച്ചുകൊണ്ട് വരും. പാവം ഈ പെങ്കൊച്ചാണെന്ന് പറയുന്നിട്ടില്ല, ഈ പെങ്കൊച്ച് പറയുന്നിട്ടില്ല ഞാനാണ് ഈ പിടിച്ചോണ്ടിരുന്ന വള്ളി മൊത്തം ഒത്തീർപ്പാക്കി തീർക്കുന്നതെന്ന്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ പെങ്കൊച്ചിന് അവനെ ഭയങ്കര ഇഷ്ടമാണ്, ഭ്രാന്താണ്. അവനെന്ന് വെച്ചാൽ ഭ്രാന്തായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഈ പിടിച്ചുകൊണ്ടിരുന്ന വള്ളി അടക്കം ഒഴിവാക്കി ഇവനെ വീണ്ടും ഇങ്ങനെ ലൈഫിൽ കൊണ്ടു നടക്കത്തില്ല. വേറെ മറ്റു വല്ല പെമ്പിള്ളാരൊക്കെ ആണെങ്കിൽ അപ്പയെ അടിച്ച് അയ്യി തളഞ്ഞവരെ പാട്ടിന് പോയി. ബാക്കി കൂടെ കേൾക്കാം. ഇവൻ ഒരു കേസല്ല, ഇവൻ ഒരുപാട് കേസുകൾ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോ എനിക്ക് പേടിയായി. കാരണം ഭാര്യ എന്ന നിലയിൽ ചിലർ പറയുന്നുണ്ട് നീ ഭാര്യയായിട്ട് നീ കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കാതെ ഫോണിലും നോക്കി റീൽസും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ വീട്ടിൽ ഫോണും നോക്കുന്നുണ്ട്, കഞ്ഞിയും കറിയും വെക്കുന്നുണ്ട്, കൊച്ചുങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട്. എരുമേലി വന്ന് തിരക്കിയാൽ അറിയാം. കാരണം ഞാൻ അതുപോലെയാണ്, എന്റെ ഫാമിലി ഞാൻ കൊണ്ടുപോകുന്നത് അതുപോലെയാണ്. അപ്പൊ വിഷ്ണു എന്ന് പറയുന്നവന് എന്നിട്ട് ഞാൻ പറയുന്നത്, ഞാൻ ഇവന്റെ കൂടെ സെക്ഷൽ റിലേഷൻ മാത്രം ഞാൻ ചെയ്യാൻ ഒരുപാട് കേസുകെട്ടുകൾ പെണ്ണുങ്ങൾ എന്നെ പിടിച്ചത് കൊണ്ടാണ് എനിക്ക് പേടിയുണ്ട് വല്ല HIV വന്ന് ഞാൻ ചത്തുപോയ എന്റെ കൊച്ചുങ്ങൾക്ക് ആരും തള്ളയില്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കോണ്ടാക്ട് മാത്രമാണ് ഞാനും ഇവനും ഇല്ലാഞ്ഞത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു നീ ഈ കേസുകെട്ടുകളൊക്കെ നിർത്തി, പിള്ളേർ വളർന്നു വരുമോ, ഒരു പെങ്കൊച്ചുണ്ട്. ഇതൊന്നും ഇവന് കൂസലല്ല. അതുപോലെ തന്നെ ഇവൻ എന്ന് പറഞ്ഞാൽ വിയർപ്പിന്റെ അസുഖമുള്ളവൻ, ഇവന് പണിക്ക് പോകാൻ വിയർപ്പിന്റെ അസുഖം ഉണ്ടെന്ന് മാത്രം ചേച്ചി പറയരുത്, പണിക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്നും ചേച്ചി പറയരുത്. വിയർപ്പിന്റെ അസുഖം ഇവന് തീരെയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവന് ഈ സ്ത്രീകളുമായിട്ടുള്ളൊരു പരിപാടിക്ക് നിൽക്കത്തില്ലായിരുന്നു. ഓക്കെ, അവൻ ആളൊരു ബിരുദം തന്നെ സുഹൃത്തുക്കളെ, ബിരുദം തന്നെ. ബാക്കി കൂടി കേൾക്കാം. ഭയങ്കര ബുദ്ധിമുട്ടുള്ളവൻ. ഇവൻ അഥവാ പണിക്ക് പോയാൽ പൈസയ്ക്ക് മൊത്തം വെള്ളം അടിക്കും. ഇവനെ കട്ടപ്പനയിൽ പുളിയമ്മല എന്ന് പറയുന്ന നവദർശനയിൽ ട്രീറ്റ്മെന്റ് എടുത്താണ് വെള്ളം അടിച്ചടിച്ച്. അതുപോലെ തന്നെ മുക്കൂടുതർ അസീസിയിൽ എന്റെ ഒരു 70-70,000 രൂപ ക്യാൻറ്റീനിലും അവിടുത്തെ ഫീസും അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഇവൻ തിന്നും മുടിപ്പിച്ചത് ഒരു 10-35,000 രൂപ ക്യാൻറ്റീനിലെ വേറെ പൈസ എല്ലാം കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ അടുത്ത് എനിക്ക് അസീസി ചെലവായിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം എനിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ഞാൻ ഇവൻ എന്നെ കൊണ്ടുവന്നു. എന്റെ 16 വയസ്സിൽ ഇവൻ എന്നെ കൊണ്ടുവന്ന് ഇവന്റെ കൂടെ കൂട്ടിയത്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് 26 വയസ്സ്. അല്ല സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 16-ാമത്തെ വയസ്സിലൊക്കെ വിളിച്ചു വിടുമ്പോ ഈ പോക്സോയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ നാട്ടില്? കോടതി ഇല്ലായിരുന്നു, പോലീസ് ഇല്ലായിരുന്നു, നിയമം ഇല്ലായിരുന്നു, അല്ല ഈ പെങ്കൊച്ചിന് വീട്ടിലാരും ഇല്ലായിരുന്നു? ശരിക്കും ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിലേക്ക് ഇങ്ങനെ ചാടിപ്പോവാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ പ്രായപൂർത്തിയാവുന്നത് ഒരു അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ജൂനിയർ ഹോമിലെങ്കിലും കൊണ്ടാക്കേണ്ടത്. ഇവരൊന്നും ആരും അറിഞ്ഞില്ല എന്നുള്ളതാ ശരിക്കും. എന്തോന്നടാ ഇവിടെ നടക്കുന്നത്? ഇവൻ എന്നെ കൊണ്ടുവന്ന് ഇവന്റെ കൂടെ കൂട്ടിയത്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് 26 വയസ്സായിരിക്കും. അപ്പൊ എന്റെ കൗമാരപ്രായത്തിൽ എന്റെ മനസ്സിൽ ഇവനോടുള്ള ആ സ്നേഹം ഇപ്പോഴും എനിക്കുണ്ട്. കാരണം എന്താണെന്നറിയാം, ഇവൻ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഇന്നലെ വരെ ചെയ്തത് എന്റെ മൈൻഡിലില്ല. കാരണം പണ്ടത്തത് ഇവൻ എന്റെ പിള്ളേരെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഇവൻ എന്നെ സ്നേഹിച്ചു. പണിഞ്ഞു കൊടുക്കടാ ഈ കൊച്ചിനൊരു താജ്മഹല്, പണിഞ്ഞു കൊടുക്ക്. ഇത്രയും ആത്മാർത്ഥമായിട്ട് നീ ഇത്രയും തെമ്മാടിത്തരം കാണിച്ചിട്ട് ഇത്രയും പെണ്ണുങ്ങൾ കൂടെ പോയി അവരുടെ കൂടെ കിടന്നിട്ടും ഈ പെങ്കൊച്ചിന് ഇപ്പോഴും നിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഹീറോ എടാ ശില്പ, ഷീറോ. ബാക്കി കൂടെ കേൾക്കാം. കൊണ്ടിരുന്നപ്പോഴും ഇവന്റെ വീട്ടിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള നല്ല നല്ല മൊമെന്റ്സ് മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. കാരണം അത് ഒരു ട്രോമ പോലെ എന്റെ മനസ്സിൽ കിടക്കും. ആ ഒരു സാധനം എന്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എനിക്കൊരു കോപ്പുമല്ല. എനിക്ക് ആരെ ഒന്നും കാണിക്കാനില്ല. പറഞ്ഞു തന്നെ ഇവന് വിയർപ്പിന്റെ അസുഖമുള്ളവനാണ്. ഇവന് വിയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് ഇവൻ കൂലിപ്പണി എടുത്ത് ഇവൻ വിയർക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ എന്റെ ഉള്ള സേവിങ്സ് വെച്ച് ഇവനൊരു ഓട്ടോ മേടിച്ചു കൊടുത്തു. ആ ഓട്ടോ ഓടാൻ പോകാതെ ഇവൻ രാവിലെ കാഞ്ഞിരപ്പള്ളിക്ക് പോയി ഇവളെയും കൊണ്ട് കറക്കവാ. എന്നിട്ട് വണ്ടിക്ക് അത് പണിയാ ഇത് പണിയാ, വണ്ടിയുടെ ഫ്രണ്ട് പോയി, വണ്ടിയുടെ സകലതും പോയി എന്ന് പറഞ്ഞ് QR കോഡ് ഇട്ട് തരിക, ക്യാഷ് മേടിക്കുക. ഞാൻ ഇവനെ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഇവനുമായിട്ടുള്ള ചാറ്റ് കാണിച്ചേനെ. ഞങ്ങൾ തമ്മിലുള്ള ചാറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് QR കോഡ് ഇടും, കണ്ട കടകളിലോട്ടൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുക്കും. ഇത് തന്നെയായിരുന്നു പരിപാടി. കുറെ പൈസ അവൾ എന്റെ കൊണ്ടുപോയി തിന്നിട്ടുണ്ട്. അവളെ ഞാൻ ഒരു മനുഷ്യൻ ബോഡി ഷെയിം ചെയ്യുന്നതല്ല. കാരണം എന്നെ സംബന്ധിച്ച് അവൻ എന്നിലും നല്ലതായിട്ട് അവളിൽ എന്തെങ്കിലും കണ്ടു കാണും. കാരണം വേലി ചാടിയ പശു കോലുകൊണ്ടേ തീരുവോളെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
ഇവൻ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കേസല്ല. ഒരു പെണ്ണുങ്ങളും ഒരു പെണ്ണുമായി ഈ ഇവളുമായിട്ടുള്ള റിലേഷനും അല്ല. ഇതിനു മുന്നേ ഇവന്റെ സ്വന്തം അപ്പച്ചിയുടെ മോളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് കൂടെ കിടക്കുന്ന ഞാൻ കണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ട്. അതിന് മുന്നേ തന്നെ കരിങ്കല്ലുമുള്ളിലുള്ളൊരു പുള്ളിയുടെ, ഞാൻ പേര് മേടിച്ച് പറയുന്നില്ല, അവിടെ ഉള്ള ഒരു വ്യക്തിയുടെ, ഒരു സ്ഥാപനം നടന്ന വ്യക്തിയുടെ മകളുമായിട്ട് വെച്ചിച്ചിടെ കല്യാണം കഴിച്ചിട്ട് അവളുമായിട്ട് ഇതുപോലെ സെറ്റപ്പ് ആയിരുന്നു. ഞാൻ അവിടെ വീട്ടിൽ ഇതുപോലെ ബഹളം ഉണ്ടാക്കി. ഞാൻ എത്ര പെണ്ണുങ്ങളുടെ വീട്ടിൽ ചെന്നാൽ ഞാൻ ബഹളം ഉണ്ടാക്കുന്നത്. ഞാൻ എന്തര ഈരാറ്റുപേട്ടയിലുള്ളൊരുത്തി ഉണ്ടായിരുന്നു, ദേവിക ബിജു എന്ന് പറയുന്ന, അവളുടെ കേസ് കെട്ടി ഞാൻ പിടിച്ചു. അതുപോലെ തന്നെ മണിമലയിലുള്ള മീനു എന്ന് പറയുന്ന ഒരു കേസ് കെട്ടി ഞാൻ പിടിച്ചു. തിരുവല്ലയിലുള്ള 5 മക്കളുള്ള ഒരുത്തി, ഒരു അഞ്ജു എന്ന് പറയുന്ന, ഒരു ഐക്കില്ലർ എന്ന് പറയുന്നത്. ഞാൻ എന്തൊരു കേസുകളാണ് ഞാൻ പിടിക്കുന്നത്. ഞാൻ ഇതൊന്നും പറയാതിരിക്കുമ്പോ ഇതൊന്നും ഞാൻ പുറത്തോട്ട് പറയുന്നില്ല. മോശക്കാരി. പിന്നെ ഞാൻ വഴക്കും ബഹളം വെക്കുമ്പോൾ എനിക്ക് സൗണ്ട് ഇച്ചിരി കൂടും. അപ്പൊ ഞാൻ ബഹളക്കാരി, ഞാൻ പ്രശ്നക്കാരി. ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് സൗണ്ട് പുറത്തോട്ട് വരുമ്പോൾ ഞാനാ ഇവിടുത്തെ വലിയ വിഷയക്കാരി. നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. എന്നിട്ട് ഞാൻ ആ ഓട്ടോ മേടിച്ചു കൊടുത്ത ഓട്ടോ ഇവ 3 തവണ കൊണ്ട് ഇടിപ്പിച്ചു. 3 തവണ. ഒരു പ്രാവശ്യം തിരുവാമൂഴിയിൽ ഒരു പമ്പിന്റെ ഓപ്പോസിറ്റ് പോസ്റ്റേ കൊണ്ടിടിപ്പിച്ചു. ആ വണ്ടി ഇടിപ്പിച്ച ആ വണ്ടി ഇടിച്ചാകാതെ ഇവന് പുകരി കിടന്നു. ഫോൺ കാണാതെ പോയി. പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവന് ഫോൺ മേടിച്ചു കൊടുത്തു. എല്ലാം എന്നെ പറഞ്ഞാൽ മതിയല്ലോ, എന്നെ പറഞ്ഞാൽ മതി. അതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം കരിങ്കല്ലുമൂഴിയിൽ ഒരു സൂര്യ ബാർബർ എന്ന് പറഞ്ഞ മുടിവെട്ട് കടയുണ്ട്. അതിന് ഇപ്പുറത്തെ ഒരു കടയിലോട്ട് ഇവൻ ബായിക്ക് കൊണ്ട് കയറ്റി അങ്ങ് ഇടിച്ചു കൊടുത്തു. അവരുടെ ഗ്ലാസ് തകർന്നു. അതിന്റെ പൈസ ഞാൻ കൊടുത്തു. 3-ാമത്തെ തവണ ഇവൻ എവിടെയോ കൊണ്ടിടിപ്പിച്ചു. 4-ാമത്തെ തവണ ഇടിക്കാനുള്ള ഞാൻ അവസരം കൊടുത്തില്ല. ഞാൻ വണ്ടി തിരിച്ച് എന്റെ അച്ഛനെ കൊണ്ടിടിപ്പിച്ചു. കാരണം കടകളോ സ്ഥാപനങ്ങളോ നശിപ്പിച്ചാൽ എനിക്ക് അതിന് പൈസ കൊടുത്ത് പരിഹരിക്കാൻ പറ്റും. ഒരു മനുഷ്യനെ ഇടിച്ചു കൊന്നാൽ എനിക്ക് ആ മനുഷ്യന്റെ ജീവന് തിരിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നല്ലതും ചീത്തയും പറയുന്നവരുണ്ട്. ശില്പയുടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ ഒരാളുടെ ഭാഗം വിഷ്ണുവിന്റെ കുഴപ്പം കൊണ്ടല്ല, ശില്പ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ എന്റെ ഭാഗം ഞാൻ പറയട്ടെ, നമ്മൾ നീതി തേടി ചെല്ലുന്ന പോലീസുകാർ പോലും അത് മനസ്സിലാക്കുന്നു. അവർക്ക് അതിന്റെ ആവശ്യമില്ലായിരിക്കാം. കാരണം ഇപ്പം അവര് എന്നാ പറഞ്ഞ, ഇപ്പൊ സത്യം പറയല്ലേ, എരുമേലി പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പൈസ കൊടുക്കുന്ന അങ്ങോട്ട് ചെയ്യുന്നവരാ. ഉള്ള കാര്യം പറയാമല്ലോ. വാദിയെ പ്രതിയാക്കുന്നവരാ. അവരായിരുന്നു സ്ഥിരം അവിടുത്തെ ബീവറേജിൽ ഓട്ടം പൊക്കൊണ്ടിരുന്നത്. അപ്പൊ അവനോട് സ്പെഷ്യാലിറ്റി ഉള്ള കുറച്ച് പോലീസുകാരോടുണ്ട്. അവർ അവന്റെ ഭാഗം താങ്ങിയേ സംസാരിക്കത്തുള്ളൂ. ഇന്നലെ ചെന്നപ്പോഴാണെങ്കിൽ പോലും അവരുടെ സംസാരം, ഞാൻ എവിടെയോ ഒളിച്ചോടിപ്പോയി, എന്നെ പിടിച്ചോണ്ട് വന്നു, എന്നെ എന്റെ കാമുകനെയും കൂടെ എന്നുള്ളൊരു ബേസിലായിരുന്നു സംസാരം മൊത്തം. ഇന്നലെ പ്രൊട്ടക്ട് ചെയ്തത് മൊത്തം അവളെയായിരുന്നു. ആയിക്കോട്ടെ, അവർക്ക് പ്രായപൂർത്തിയായവരെ അവനും അവളെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചോട്ടെ. എന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് ഇവൻ മേടിച്ച് അവക്ക് കൊടുത്തിട്ടുണ്ട്. ഇവൻ പോയ പോക്കൻ എന്റെ വണ്ടിക്കകത്ത്, വണ്ടിയുടെ എഞ്ചിൻ എന്റെ ഓട്ടോയ്ക്കകത്ത് മണല് വാരിയിട്ടു. അതിന്റെ പിസ്റ്റൽ വരെ അടിച്ചു പോയായിരുന്നു. അത് ദേഹത്തിൽ കൊണ്ട് അഴിച്ചു നോക്കിയപ്പോ അറിയാവോ. കാരണം അങ്ങനെ കുറെ ദ്രോഹങ്ങൾ എന്നോട് ഇവൻ ചെയ്തിട്ടുണ്ട്. 31,000 രൂപ കൊടുത്ത് അതിന്റെ എഞ്ചിൻ പണിത് ഇറക്കിയത്. കുറെ ശോഭകേട് എന്നോട് ഇവൻ ചെയ്തിട്ടാ പോയത് ഇവക്ക് വേണ്ടിയിട്ട്, ഇവളുടെ കൂടെ പോകാൻ വേണ്ടിട്ട്. 1 വർഷത്തോളമായി ഇവളുടെ പേര് പറഞ്ഞ് ഞങ്ങൾ ഒന്ന് വഴക്കുണ്ടാവാൻ തുടങ്ങിയിട്ട് ഈ വീട്ടില്. കാര്യങ്ങൾ അറിയാം. എന്റെ പൊന്നു വിഷ്ണു, നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, ഇത്രത്തോളം കെയർ ചെയ്യുന്ന ഒരു ഭാര്യ ഉണ്ടായിട്ടാണോ നീ ബാക്കിയുള്ള ഗോപികുമാരോടൊപ്പം അഴിഞ്ഞാടി ആടി നടക്കുന്നത്? ശില്പ എന്ന് പറയുന്ന ഈ പറയുന്ന ഡ്രീം ക്യാച്ചർ ഉണ്ടായിട്ടാണോ നീ ഏതോ ഒരു ഐക്കില്ലറിന്റെ കൂടെ പോയത്? എവിടെയുള്ള തൊടുപുഴയുള്ളതോ ആരാ ഒരു ഐക്കില്ലറിന്റെ കൂടെ പോയത്? നിന്റെ ഇത്രയും വലിയ അടിപ്രശ്നങ്ങളും വണ്ടി കൊണ്ടുള്ള ഇടിപ്രശ്നങ്ങളും ഈ ശില്പ എന്ന് പറയുന്ന കൊച്ചു തീർത്ത് തരുന്നില്ലേ? എന്നിട്ട് എന്തിനു നീ ഇവളെ ഉപേക്ഷിച്ചു? കണ്ടിട്ട് ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടൊരു വശപ്പശക കേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പെങ്കൊച്ച വന്നിരുന്ന എല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പൊന്നി, ഇവൻ പോയ പെങ്കൊച്ചുങ്ങളുടെ പേരടക്കം സ്ഥലം അടക്കം വന്നിരുന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ നാട് എന്താണ് ഇങ്ങനെ എന്നാണ്. ഇപ്പൊ ഇവന്റെ കൂടെ റീസെന്റ് ആയിട്ട് പെണ്ണിന് 3 മക്കളുണ്ടെന്നേ, ഭർത്താവുണ്ടെന്നേ. അവരെ ഉപേക്ഷിച്ച് ഇവന്റെ വീട്ടിൽ വന്ന് നിന്ന് കടയിൽ സോപ്പൊടി വാങ്ങിച്ചുകൊണ്ട് ഇവന്റെ തുണി അലക്കി കൊടുത്തിട്ടാണ് ഇവള് തിരിച്ച് ഇവളെ വീട്ടിൽ പോകുന്നത്. എന്തൊക്കെയാടേ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാ? എന്തായാലും കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരുന്നു. ഓക്കെ, അവിഹിതം എന്തോ ഒരു അവിഹിതങ്ങളാണ് ദിനം പ്രതി നടക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവരെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാമെന്നുണ്ടെങ്കിൽ ഇവരുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നുള്ളത് കൂടി, ഇവരുടെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് കൂടി നിങ്ങൾ വെളിപ്പെടുത്തുക. അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ ചിലപ്പോൾ എരുമയിൽ വരൊക്കെ പാഞ്ഞ സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ പോലീസുകാർ കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. പോലീസുകാർ അവനെ താങ്ങി നിൽക്കുന്നതെന്നൊക്കെ, ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന്. എന്തായാലും കൊള്ളാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് ഫോളോ, ഒരു ക്ലിക്ക് ചെയ്താൽ അത് വീണോളും. ഓക്കെ, യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് കൊടുത്തേക്കട്ടോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.